നമസ്കാരം. 2026 ജനുവരി 1 മുതൽ 2026 ഡിസംബർ 31 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ചിത്തിര നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് 2026 ജൂൺ 2 മുതൽ നിങ്ങൾക്ക് 10-ലും ശനി 6-ലും രാഹു 5-ലും കേതു 11-ലുമാണ്. വ്യാഴം 10-ല് ട്രാൻസിറ്റ് ചെയ്യുന്നു, ഗോചരം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 10 എന്ന് പറയുന്ന കർമ്മസ്ഥാനത്താണ്. പൊതുവെ സാമ്പത്തിക രംഗത്ത് കർമ്മപരമായിട്ടും കർമ്മത്തിലും മറ്റു പല മാറ്റങ്ങളും കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. പുതിയതായിട്ട് നിങ്ങൾ പല കാര്യങ്ങളും തുടങ്ങി വയ്ക്കാനും അതുപോലെ തന്നെ നേരത്തെ തുടങ്ങി വെച്ചിട്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ എന്നോളം നിങ്ങൾക്ക് ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാനൊക്കെ സാധിക്കുന്ന വർഷമാണ് ഈ 2026 എന്ന് പറയുന്നത്. സമ്പാദ്യശീലങ്ങളൊക്കെ ഉണരും, നിങ്ങൾക്ക് സമ്പാദിക്കാനൊക്കെ തോന്നും. ചിലപ്പോൾ വല്ല LIC എങ്കിലും ഒരു പോളിസിയെങ്കിലും എടുക്കാനൊക്കെ തോന്നുന്ന ഒരു വർഷമാണ്. അതൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അതിലേക്കൊക്കെ കൂടുതൽ മനസ്സ് വയ്ക്കുന്നതാണ്. ഈ വർഷം നിങ്ങൾക്ക് ഓർമ്മിക്കാനും ഓർത്തിരിക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നടക്കുന്നൊരു കാലമായിരിക്കും. ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നിക്ഷേപങ്ങളോ അതുപോലെ തന്നെയുള്ള പുതിയ സംരംഭങ്ങളോ ഒക്കെ തുടങ്ങാനൊക്കെ ആയിട്ട് കഴിയും. കുറച്ച് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിലാണെങ്കിൽ ആ തുടങ്ങുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ ധാരാളം ഗുണമൊക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ കലാപരമായിട്ട് കഴിവുകളുള്ളവർക്കാണെങ്കിൽ നിങ്ങളുടെ കഴിവുകളൊക്കെ ഉണർത്തെഴുന്നേൽക്കാനും, നാടകമോ കലാരംഗത്തോ ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, സിനിമാ നാടക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അതിൽ നിന്ന് നേട്ടങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാം. ഉത്തരവാദിത്തത്തോടുകൂടി കർമ്മരംഗത്തൊക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ ധാരാളം നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഡാൻസ്, പാട്ട് ഇതൊക്കെ കലാപരമായിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇമാതിരിയുള്ള കലാകാരന്മാർക്കുമൊക്കെ ഒരു പൊതുവിൽ ഒരു നല്ല വർഷം തന്നെയായിരിക്കും. ഇതുവരെ കിട്ടാത്ത അവസരങ്ങളൊക്കെ, ചിലപ്പോൾ ഡാൻസൊക്കെ കളിക്കാൻ ഇതുവരെ അവസരങ്ങൾ സ്റ്റേജൊന്നും കിട്ടാതിരുന്നവർക്ക് ഈ 2026 പല സ്റ്റേജുകളൊക്കെ കിട്ടാം. വൈകാരികമായിട്ട് എടുക്കുന്ന പല തീരുമാനങ്ങളും നിങ്ങൾക്ക് ദോഷം വരുത്താം. ഇപ്പോൾ ഏതെങ്കിലും ഒരു സാധ്യതയിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു സ്ട്രെസ് കൊണ്ട് നിങ്ങളെടുക്കുന്ന വൈകാരികമായിട്ടുള്ള ആ തീരുമാനം അത് നിങ്ങളെ ഭയങ്കരമായിട്ട് പിന്നോട്ട് വലിക്കുന്നതാണ്. അതുകൊണ്ട് ഏത് തീരുമാനം എടുക്കുന്നതിന് മുമ്പും 1-2 വട്ടം ചിന്തിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ അശ്രദ്ധ മൂലവും നമ്മുടെ വാക്കുകൾ മൂലവും പലതും കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരാളോടൊരു കാര്യം പറയുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിട്ട് പറയുന്നത് നിങ്ങൾക്ക് നേട്ടങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു കാലമാണ്. ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. വാഹന ഉപയോഗമൊക്കെ ശ്രദ്ധിക്കുക. 2 വീലർ ഉപയോഗിക്കുന്നവരാണെങ്കിലും വാഹനമൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് വാഹന അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് വാഹനം എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വളരെ ജാഗ്രതയോടുകൂടി പ്രാർത്ഥനകളോ നാമം ചൊല്ലലുകളോ ഒക്കെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള മന്ത്രങ്ങളോ ഒക്കെ ജപിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക. ഓടിക്കുന്ന വാഹനത്തിൽ ശ്രദ്ധ പതിപ്പിക്കുക. പ്രത്യേകം നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടെന്ന് പറഞ്ഞാൽ തിരിച്ചു വരുന്ന വാഹനക്കാരൻ ശ്രദ്ധിച്ചാൽ പോലും ചിലപ്പോൾ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് നിങ്ങൾക്ക് അപകടങ്ങൾ വരുത്തി വയ്ക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതാണെങ്കിൽ ചിത്ര നക്ഷത്രക്കാർക്ക് ഈ വർഷം, പ്രത്യേകിച്ച് വിദേശത്ത് വസിക്കുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ തൊഴിലൊക്കെ ചിലപ്പോൾ ഈ വ്യാഴം 10-ൽ ഗോചരം ചെയ്യുന്നത് കൊണ്ട് തൊഴിലൊക്കെ ചിലപ്പോൾ പല മാറ്റങ്ങളും ഒക്കെ വന്നേക്കാം. അത് വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് കൂടുതൽ സൗഹാർദ്ദപരമായിട്ടുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ എല്ലാ കാര്യത്തിനും നേട്ടങ്ങൾക്ക് വഴിവെക്കുന്നതാണ്. സാധിക്കുമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു ക്ഷേത്ര ദർശനം, മഹാദേവനെയോ അല്ലെങ്കിൽ ഹനുമാനെയോ കൃഷ്ണനെയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദേവത ആരാണോ ആ ദേവതാ ദർശനം, ക്ഷേത്ര ദർശനം സ്വായത്തമാക്കുന്നതുമൊക്കെ നന്നായിരിക്കും.